കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക് വരാം. പ്രൊഫസർ റോണി കെ ബേബി, നമ്മൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശതമാന കണക്കിലേക്ക് വന്നാൽ അതായത് ബി ജെ പി എൻ ഡി എയും കൂടെ ചേർന്ന് JDU LJP തുടങ്ങിയ കക്ഷികൾ ഏതാനും സീറ്റുകൾ മത്സരിച്ചിരുന്നു. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി കണക്കാക്കി 46.5% വോട്ടാണ് അവിടെ BJP അല്ലെങ്കിൽ NDA നേടിയത്. ആപ്പ് നേടിയത് 43.56%. BJP മാത്രമായി 45.56%. കോൺഗ്രസ് നേടിയതാവട്ടെ വെറും 6.35%. 3 തെരഞ്ഞെടുപ്പുമായിട്ട് ഒരു MLA പോലും ഡൽഹിയിലില്ല. ഷീലാ ദീക്ഷിത്തിനെ പോലെ കരുത്തയായ വനിത ഭരിച്ച ഒരു സംസ്ഥാനമാണ് എന്നോർക്കണം. ആപ്പ് കോൺഗ്രസിനെ സമ്പൂർണ്ണമായി വിഴുങ്ങി എന്ന് വേണം പറയാൻ. അതായത് ഡൽഹിയിൽ മാത്രമല്ല, പഞ്ചാബിലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത് ആപ്പിൻ്റെ കടന്നുവരവോടുകൂടിയാണ്. ആപ്പ് എന്ന് പറയുന്ന പാമ്പ് കോൺഗ്രസിനെ വിഴുങ്ങി. ഇപ്പോഴും ആ പാമ്പിൻ്റെ വീര്യം കുറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ആ പാമ്പിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് ആ ഇര, കോൺഗ്രസ് എന്ന് പറയുന്ന ഇര. ആ പാമ്പിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ 3-ാം തവണയും 0-ൽ കിടക്കുന്നത്. കോൺഗ്രസ് ആപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ഡൽഹിയിൽ കോൺഗ്രസ് പച്ച തൊടുമോ? പ്രൊഫസർ റോണി കെ ബേബി, നമ്മൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ ആ ഒരു പൊളിറ്റിക്കൽ സ്പേസ് കവർന്നെടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് നഷ്ടം ഉണ്ടാകുന്നു എന്നതാണ് ചോദ്യം. പക്ഷെ നമ്മൾ ഈ നടന്ന തെരഞ്ഞെടുപ്പുകൾ, അത് പഞ്ചാബ് ആയിക്കോട്ടെ ഡൽഹി ആയിക്കോട്ടെ, അതിന് നമ്മൾ രണ്ടിനെയും 2 പാറ്റേൺ ആയിട്ട് കാണും. ഈ പഞ്ചാബില് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു. പക്ഷെ അത് കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 6 സീറ്റ് നേടിയത് കോൺഗ്രസ് ആണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ വിഴുങ്ങി എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. അത് ഓരോ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളാണ്. ഇപ്പോൾ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ, അതിന് മുൻപത്ത് 2020-ൽ നടന്ന, ഞാനൊരു കണക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാം. 2019-ലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് അവിടെ 24% വോട്ട് കിട്ടുന്നു, ആം ആദ്മി പാർട്ടിക്ക് 18% വോട്ട് കിട്ടുന്നു. പക്ഷെ 2020-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 18% വോട്ട് ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി വീണ്ടും 52% വോട്ടുമായി 62 സീറ്റുമായി വീണ്ടും ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പില് അവിടെ അല്ലാതെ കോൺഗ്രസിന്റെ വോട്ട് മൊത്തം ആം ആദ്മി പാർട്ടി കൊണ്ടുപോയെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു പാറ്റേൺ ആണ്, അസംബ്ലി ഇലക്ഷന് വേറൊരു പാറ്റേൺ ആണ്. ഈ 2025-ൽ നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഒറ്റ ചോദ്യമേ അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ: ആം ആദ്മി പാർട്ടി അധികാരത്തിൽ തുടരണമോ വേണ്ടയോ? അരവിന്ദ് കേജ്രിവാളിന്റെ രാഷ്ട്രീയം ഡൽഹിക്ക് വേണമോ വേണ്ടയോ? ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പിന്നെ രണ്ടാമത് വന്ന ഓപ്ഷൻ BJP ആയിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ തുടരണം എന്ന് ആഗ്രഹിച്ചവരൊക്കെ എന്ത് ചെയ്തു? അത് കോൺഗ്രസ്സുകാരുണ്ടാവാം, BJPക്കാരുണ്ടാവാം. അവര് ആം ആദ്മി പാർട്ടി വോട്ട് ചെയ്തു. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നിന്നും അധികാരത്തിൽ നിന്ന് പുറത്താകണമെന്ന് ആഗ്രഹിച്ചവർ, അതിനകത്ത് BJPക്കാരുണ്ടാവാം, കോൺഗ്രസ്സുകാരും ഉണ്ടാകും, ഞാൻ നിഷേധിക്കുന്നില്ല. അവര് ശക്തമായിട്ട് BJPക്ക് വോട്ട് ചെയ്തു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷെ എങ്കിലും പിന്നെ കോൺഗ്രസ് അവിടെ ഇല്ലാതായെന്നോ, അല്ലെ ഒരു കോൺഗ്രസ് മുക്ത ഡൽഹി ഉണ്ടായെന്നോ ഒക്കെ എത്രയോ കാലമായി ഈ 2014 മുതൽ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയും ശ്രീ അമിത്ഷാജിയും ഒക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം. എന്നിട്ടും ഈ മഹാരാജ്യത്ത് കോൺഗ്രസ് ഉണ്ടല്ലോ. ഈ 2024-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 24% വോട്ട് കോൺഗ്രസിനുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോഴും ഈ രാജ്യത്ത് ഉണ്ട്. ഡൽഹിയിലും അവിടെ ഈ പറയുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിന് മാന്യമായ വോട്ട് ശതമാനമുണ്ട്. ഇവിടെ ആം ആദ്മി പാർട്ടി വേഴ്സസ് BJP, ആപ്പ് വേണോ BJP വേണോ എന്നൊരു ചോദ്യം മാത്രമായിരുന്നു ഡൽഹിക്കാരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ടും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണത്തേലും 2% കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസ് ഇല്ലാതായില്ല എന്നൊന്നും നമ്മൾ അങ്ങനെ ചിത്രീകരിക്കേണ്ട. കോൺഗ്രസിന് തിരിച്ചു വരുവാനുള്ള ശക്തിയുമുണ്ട്. അത് ഇനിയും തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇവിടെ ആം ആദ്മി പാർട്ടി തകരുന്നത് കോൺഗ്രസിന് ഗുണകരമാണോ ഇല്ലയോ എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം കോൺഗ്രസ് ഭയപ്പെട്ടതിനേക്കാൾ കൂടുതൽ BJP ആണ് ആം ആദ്മി പാർട്ടിയെ ഭയപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താ? BJPയുടെ രാഷ്ട്രീയം തന്നെയാണ് അവിടെ അരവിന്ദ് കേജ്രിവാളും പറഞ്ഞത് മുഴുവൻ. ഇതാണ് BJP ഏറ്റവും ഭയപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ 2015-ലും 2020-ലും ഒക്കെ ഈ ആം ആദ്മി പാർട്ടിയെ അതിശക്തമായി ഈ 2025-ലും BJP അറ്റാക്ക് ചെയ്യുവാനുള്ള കാരണം എന്താ? കാരണം അവര് ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നതല്ലേ നമുക്കറിയാം. അവസാനയുടെ സമരമൊക്കെ അത് BJP എത്രമാത്രം നിഷേധിച്ചാലും അതിനൊരു സത്യം എന്ന് പറയുന്നത് RSS സ്പോൺസർ ചെയ്ത സമരമായിരുന്നു.
അണ്ണാ ഹസാരയുടെ സമരം, അത് അന്ന് അണ്ണാ ഹസാരയ്ക്കൊപ്പം നിന്ന പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ പിന്നീട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വാർ റൂമിൽ ഉണ്ടായിരുന്ന ആളുകൾ, ആ സമരത്തിന്റെ വാർ റൂമിൽ ഉണ്ടായിരുന്ന ആളുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, RSS സ്പോൺസർ ചെയ്ത മൻമോഹൻ സിംഗ് സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി അണ്ണാ ഹസാരയെ മുന്നിൽ നിർത്തി ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന മൂവ്മെന്റിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതിന്റെ ഒരു ഉപോൽപ്പന്നമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ആദ്യം BJPയും അരവിന്ദ് കെജ്രിവാളിനെ പ്രോത്സാഹിപ്പിച്ചു. കാരണം എന്താ, അവര് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തിയെ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതാക്കിക്കൊള്ളും എന്നായിരുന്നു BJP കരുതിയത്. അതുകൊണ്ടാണ് ഈ 2015 നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പില് BJP അത്ര വലിയ ക്യാമ്പയിനൊന്നും നടത്തിയിരുന്നില്ല. കേജ്രിവാൾ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അതിസാമർത്ഥ്യത്തോടു കൂടി അതിബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം നോക്കിയത് ഏതൊക്കെയാലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്റെ ഒപ്പം നിൽക്കും, പക്ഷെ എനിക്ക് കൂടുതൽ അധികാരത്തിൽ വരണമെങ്കിൽ BJPയുടെ ക്യാച്ച്മെന്റ് ഏരിയയിലേക്ക് എനിക്ക് കടന്നു കയറണം. അതിനുവേണ്ടി അദ്ദേഹം സ്വീകരിച്ചത് മുഴുവൻ എന്താ, BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്ത്. വ്യക്തമായി പറയാം, ഡൽഹി കലാപം നടന്നപ്പോൾ അവിടെ എങ്ങും അരവിന്ദ് കെജ്രിവാൾ ഇല്ല. മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ ഷഹീൻ ബാഗില് ലോകം തന്നെ ഉറ്റുനോക്കിയ വലിയ സമരം നടന്നു. ഷഹീൻ ബാഗില് അത് മുസ്ലിം സംഘടനകൾ മാത്രമല്ല, ഇന്ത്യയിലെ ലിബറൽ സമൂഹം ഒന്നാകെ, ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള ആളുകൾ, പ്രശാന്ത് ഭൂഷണെ പോലുള്ള ആളുകൾ ഇവിടെ ഷഹീൻ ബാഗ് സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് വന്നു. ഇവിടെ സംഘപരിവാറിന്റെ കുറെ ആളുകൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അവിടെയുള്ള ആളുകളൊക്കെ ഓടിക്കാൻ ശ്രമിച്ചു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ വലിച്ചഴിച്ചു. അപ്പോൾ ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ആ ഭാഗത്തൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടു ഈ അയോധ്യ രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിന്റെ മാതൃക അദ്ദേഹം ഡൽഹിയിൽ പണിതു വെച്ചു അരവിന്ദ് കെജ്രിവാൾ. അക്ഷർധാം ക്ഷേത്രത്തിന് മുമ്പിൽ സർക്കാർ സ്പോൺസർ ചെയ്തുകൊണ്ട് അദ്ദേഹം പൂജകൾ നടത്തി. അതുകൂടാതെ BJPയുടെ നേതാക്കൾ പോലും ആവശ്യപ്പെട്ടതിന് മുമ്പ് കറൻസി നോട്ടുകളിൽ ഈ ലക്ഷ്മി ദേവിയുടെ ചിത്രം പതിപ്പിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്താ, ഇവിടുത്തെ പൂജാരിമാർ, അവിടുത്തെ ഗുരുദ്വാരങ്ങളിലെ പുരോഹിതന്മാർ, ഇവർക്കൊക്കെ പ്രതിമാസം 18,000 രൂപ ശമ്പളം പ്രഖ്യാപിച്ചു. അപ്പോൾ BJP വളരെ കൃത്യമായി ഭയപ്പെട്ടു. കാരണം എന്താ, തങ്ങളുടെ വോട്ട് ബാങ്കിലേക്കാണ് അരവിന്ദ് കെജ്രിവാൾ കടന്നു കയറുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാൾ വളരെ ബുദ്ധിമുട്ടായ രാഷ്ട്രീയക്കാരനാണ്. കാരണം ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പില് 13 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളാണ്. അവർ ഈ അരവിന്ദ് കെജ്രിവാൾ വളരെ കൃത്യമായി തന്നെ അവർക്കെതിരാണെന്ന് അറിഞ്ഞിട്ടും അവർ അരവിന്ദ് കെജ്രിവാളിനെ വോട്ട് ചെയ്തു. അതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയം. ആ വോട്ട് ബാങ്ക് മൊത്തം എന്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് അതുകൊണ്ട് മാത്രം അധികാരത്തിൽ തുടരാൻ കഴിയില്ല. BJPയുടെ ക്യാച്ച്മെന്റ് ഏരിയയിലേക്കും, കാരണം BJPക്ക് 50% മുകളിലെ വോട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി. ഞാൻ നിഷേധിക്കുന്നില്ല. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 52-53% വോട്ടുകൾ ഡൽഹിയിൽ BJP നേടിയിട്ടുണ്ട്. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണണം. കോൺഗ്രസിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കുറയുന്നു, ലോക്സഭാ ഇലക്ഷൻ വോട്ട് കൂടുന്നു. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കൂടുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് കുറയുന്നു. വളരെ എന്താ, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം BJPക്ക് ബദലായി താനാണ് BJPയുടെ രാഷ്ട്രീയം പറയുന്നത് എന്ന അദ്ദേഹത്തിന്റെ നരേറ്റീവ്, ഇത് വളരെ കൃത്യമായി തന്നെ. അതുകൊണ്ടാണല്ലോ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ മധ്യവർഗ വോട്ട് ബാങ്ക്, ഇതാണല്ലോ BJPയുടെ വോട്ട് ബാങ്ക്. ഇവരുടെ രണ്ടിന്റെ വോട്ട് ബാങ്ക് ഒന്നും തന്നെയാ. ഇതുകൊണ്ടാണല്ലോ ആ മധ്യവർഗ വോട്ട് ബാങ്കിനെ വളരെ കൃത്യമായി കയ്യിലെടുക്കുന്നതിന് വേണ്ടി ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റില് ഈ പറയുന്ന പുതിയ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചതുൾപ്പെടെ ഇന്ത്യൻ ടാക്സിന്റെ ആ സ്ലാബ് ഉയർത്തിയതുൾപ്പെടെയുള്ള വലിയ ആനുകൂല്യങ്ങൾ മധ്യവർഗ വോട്ട് ബാങ്കിന് കൊടുത്തത്. അപ്പോൾ BJP ആണ് ഇവിടെ ഈ അരവിന്ദ് കെജ്രിവാളിനെ കൃത്യമായി തന്നെ ഭയപ്പെട്ടത്. കോൺഗ്രസിന് ഈ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടതിന് കോൺഗ്രസിന് സന്തോഷമുണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയാനുള്ളത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു പാഠപുസ്തകമാണ് അരവിന്ദ് കെജ്രിവാൾ. കാരണം ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരിക്കലും ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല. ആ വ്യക്തിക്ക് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയാൽ, ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിന്റെ പരാജയമാണെന്നല്ല ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡൽഹിയിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒറ്റപ്പെടുന്ന റോഡുകൾ, അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങൾ, അവിടെ ഈ പറയുന്ന മലിനജലം ഒഴുകിക്കൊണ്ടിരുന്ന ഓടകൾ, പൈപ്പ് തുറന്നാൽ അതിൻ്റെ അകത്ത് പോലും വരുന്നത് ഈ പറയുന്ന മലിനജലം, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തി. പക്ഷെ അതിന് കേന്ദ്ര സർക്കാരിനും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്ന് നിഷേധിക്കില്ല. ഇവിടെ പറയുന്നു ഹരിയാനയിലെ നഗരങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തർപ്രദേശിലെ നഗരങ്ങൾ, നോയിഡ പോലെ, ഫരീദാബാദ് പോലെയുള്ള സ്ഥലങ്ങളുടെ കാര്യം പറഞ്ഞു. അവിടെയെല്ലാം കേന്ദ്ര സർക്കാരിന് വലിയ ഫണ്ടുകൾ കിട്ടിയപ്പോൾ ഇത് വളരെ കൃത്യമായി തന്നെ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടുകയായിരുന്നു. ഇതിന് ഭാഗമായിട്ടാണ് കേന്ദ്ര പാർലമെന്റ് തന്നെ പ്രത്യേക നിയമം പാസാക്കി ഡൽഹിക്ക് വേണ്ടി. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, ഇതിന്റെ അധികാരങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് വളരെ പാസാക്കി. നമ്മൾ അതിനെ ഒന്നും മറന്നുപോകാൻ പാടില്ല. പക്ഷെ അതിന്റെ ആത്യന്തികമായ ഒരു കണക്കൂട്ടലേക്ക് വരുമ്പോൾ ഈ പരാജയത്തിന്റെ ഉത്തരവാദി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. കാരണം 15 മുതൽ 20 വരെ അദ്ദേഹം നല്ല മുഖ്യമന്ത്രിയായിരുന്നു. ഡൽഹിയിൽ ആം ആദ്മി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ 2020 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മോഹങ്ങൾ ഒരുപാട് വളർന്നുപോയി.
ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഗോവയിൽ പോയി മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയി മത്സരിക്കുന്നു, അല്ലെങ്കിൽ 2015 ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആം ആദ്മി പാർട്ടി ഫണ്ട് കണ്ടെത്തിയില്ലെങ്കിൽ അവര് ഗോവയിൽ പോകുമ്പോൾ, ഗുജറാത്തിൽ പോകുമ്പോൾ വലിയ അഴിമതിക്കാരുമായിട്ട് കൂട്ടുകൂടുന്നു. ഡൽഹി മദ്യനയമത്തെ തന്നെ ആ അരവിന്ദ് കെജ്രിവാളിന്റെ അതിമോഹമാണ് നിങ്ങൾ ഫണ്ട് ഉണ്ടാക്കുവാൻ വേണ്ടി ഗോവയിൽ പോയി, ഗുജറാത്തിൽ പോയി ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടി പദവി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കാട്ടിക്കൂടും. അതിനുവേണ്ടി അദ്ദേഹം മറ്റേ അഴിമതിയാണ് ഈ ഡൽഹി. സ്വാഭാവികമാണല്ലോ പ്രൊഫസർ റോണി കെ ബേബി. ഒരു പാർട്ടി പുതിയതായി രൂപീകരിക്കുന്ന ഒരു പാർട്ടി തലസ്ഥാനത്തുള്ള സംസ്ഥാനത്ത് തന്നെ അധികാരത്തിൽ വരുന്നു. അതുകൂടാതെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന പഞ്ചാബ് പോലുള്ള ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നു. സ്വാഭാവികമാണ്, അവരുടെ സ്വപ്നങ്ങൾ സ്വാഭാവികമാണ്. ഒരു ദേശീയ പാർട്ടിയായി വളരാം, അല്ലെങ്കിൽ അത്തരത്തിൽ ലോക്സഭയിൽ നിരവധി എം പിമാരെ വിജയിപ്പിച്ച ലോക്സഭയിൽ ഒരു ശക്തമായ ഒരു പാർട്ടിയായി മാറാം. അതിനെയൊന്നും നമുക്ക് കുറ്റം പറയാനാവില്ല.